ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു അക്കോർഡിയൻ ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതിനോടൊപ്പം ഫിഗ്മയ്ക്കകത്ത് ആ ഡിസൈൻ ചെയ്ത അക്കോർഡിയന് നമ്മൾ ഇങ്ങനെ ഇൻട്രാക്ഷൻ കൂടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു അക്കോർഡിയൻ ക്രിയേറ്റ് ചെയ്യുന്നു. അക്കോർഡിയനിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ പോർഷനിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അനിമേറ്റ് ചെയ്ത് അതിൻ്റെ ഇന്നർ സൈഡിലുള്ള ആ ഒരു എക്സ്പാൻഡഡ് വെർഷൻ കാണുന്നു. അതിനുശേഷം വീണ്ടും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലോസ്ഡ് ആകുന്നു. അങ്ങനെ ഈ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു അക്കോർഡിയൻ ഡിസൈൻ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്ത് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ട്യൂട്ടോറിയലിലേക്ക് പോയിക്കൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിഗ്മ ഓപ്പൺ ചെയ്ത് നമ്മുടെ അക്കോർഡിയൻ്റെ ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ടുള്ള ഒരു അക്കോർഡിയൻ്റെ ഡിസൈൻ ആദ്യം ചെയ്യുക. ഓക്കെ, ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് ബോക്സിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആദ്യം ചോദിക്കുന്നു. ക്വസ്റ്റ്യൻ്റെ ഉത്തരം അതിങ്ങനെ എക്സ്പാൻഡഡ് ആയിട്ട് താഴെ കാണിക്കുന്നു. അപ്പം അതിനുശേഷം എക്സ്പാൻഡഡ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും കൊളാപ്സ് ആയിട്ട് ഓരോരോ സെക്ഷൻസുകൾ ഇങ്ങനെ വരുന്നു. ഓക്കെ, കൊളാപ്സ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ടായിരിക്കും ഇതിൻ്റെ ഒരു ആരോ വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം സ്വാഭാവികമായിട്ട് അത് മുകളിലോട്ടാകണം, അതിനകത്തുള്ള ടെക്സ്റ്റ് താഴെയായിട്ട് കാണിക്കണം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനും കൊളാപ്സ് ചെയ്യാനുമുള്ള ഈ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മൾ ഓവറാൾ അക്കോർഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആദ്യമേ തന്നെ നിങ്ങളുടെ ഡിസൈൻ എങ്ങനെയാണോ ആ ഡിസൈനിൽ തന്നെ ആദ്യം ശ്രദ്ധ കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആദ്യം അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് പറയാൻ കാരണം പല ആൾക്കാരും ഇത്തരത്തിലുള്ള അനിമേഷൻ ഇൻട്രാക്ഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കോമ്പണൻറ്റ് സെറ്റ് ചെയ്യുന്നതിലൊക്കെ ആയിരിക്കും അവരുടെ കൂടുതൽ ശ്രദ്ധ കിടക്കുന്നത്, എങ്ങനെയാണ് അത് അനിമേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അവർ പലരും ഈ ഒരു ഡിസൈൻ ലുക്കിനെ അങ്ങ് മറന്നു പോവുകയും അവർ കൂടുതൽ അനിമേഷൻ സ്റ്റൈലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട. ആദ്യമേ എങ്ങനെയാണോ അത് കാണേണ്ടുന്ന രീതിയിൽ തന്നെ ആദ്യം അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ ആസ്പദമാക്കിയിട്ട് ഡിസൈനിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ആദ്യം അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് 2 സ്റ്റേജുകളാണ്. അതായത് ഒന്നിങ്ങനെ കൊളാപ്സ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, അതായത് ആരോ താഴോട്ട് വെച്ചുകൊണ്ട് കൊളാപ്സ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ അകത്തുള്ള ടെക്സ്റ്റ് കാണിക്കുന്ന ആ ഒരു എക്സ്പാൻഡഡ് അവസ്ഥ. ഓക്കെ, അങ്ങനെ 2 അവസ്ഥകളാണ് നമുക്കിവിടെ ഉള്ളത്, കൊളാപ്സും എക്സ്പാൻഡും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഏരിയ, ഇത്രയും ടോട്ടൽ ഏരിയ ഇങ്ങനെ എക്സ്പാൻഡഡ് ആയിട്ട് കാണുന്നതിന് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഈ ഫ്രെയിമിൻ്റെ പുറത്തേക്കൊന്ന് തൽക്കാലം വെക്കുകയാണ്. ഈ ഒരു ഫ്രെയിമിന് പുറത്തേക്ക് വെക്കുന്നു. അപ്പം ഫ്രെയിമിന് പുറത്ത് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ലൈറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ടെക്സ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റാത്തത്. എന്തായാലും ഇവിടെ പുറത്തായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം, കാരണം അവിടുന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്ത് പുറത്തേക്ക് വെച്ചു. ഓക്കെ, ഈ പുറത്തേക്ക് വെച്ച് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാണുന്നത് ഒരു സെക്കൻഡ് അവസ്ഥയാണ്, അതായത് എക്സ്പാൻഡഡ് ആയതിന് ശേഷം കാണുന്ന അവസ്ഥ. അപ്പോൾ ഇതിന് മുമ്പേ ഒരു അവസ്ഥയും കൂടെ ഉണ്ട്, ഇതിൻ്റെ ആ ടോപ്പ് മാത്രമുള്ള അവസ്ഥ. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പുറത്തേക്ക് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ആരോ ഒന്ന് തിരിച്ചു വയ്ക്കുന്നു, അതായത് താഴേക്ക് തിരിച്ചു വയ്ക്കുന്നു. ഷിഫ്റ്റ് V അടിച്ചപ്പോൾ അതിൻ്റെ വെർട്ടിക്കലായിട്ട് വന്ന ഷോർട്ട് കട്ടാണ് ഷിഫ്റ്റ് V എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ വെർട്ടിക്കലായിട്ട് തിരിച്ച് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു കൊളാപ്സ് ആയിട്ട് കാണുന്ന ഒരു സ്റ്റേറ്റും കൂടെ ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഒരു ടോപ്പിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഓപ്പൺ ആയത് കാണേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആനിമേഷൻ ചെയ്യുന്നവർക്ക്, തുടക്കക്കാർ അത് ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഓരോ സ്റ്റേറ്റുകളുമാണ് നിങ്ങൾ ആദ്യം ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്, അതായത് കൊളാപ്സ് ചെയ്ത് കാണിക്കുന്നു. അടുത്ത സ്റ്റേറ്റ് അത് എക്സ്പാൻഡഡ് ആയി കാണിക്കുന്നു. ആ എക്സ്പാൻഡഡ് ആയി വന്നതിലുള്ള അവസ്ഥ ചേഞ്ച് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ആരോ മുകളിലേക്ക് തിരിഞ്ഞു. ഓക്കെ, അങ്ങനെ 2 സ്റ്റേറ്റുകൾ ഉണ്ടാക്കുക. ഞാൻ ഈ ടോപ്പ് സൈഡിന് എല്ലാം കൂടെ അങ്ങോട്ട് സെലക്ട് ചെയ്തൊന്ന് ഗ്രൂപ്പ് ചെയ്തു. Ctrl+G ആണ് ഗ്രൂപ്പിൻ്റെ ഷോർട്ട് കട്ട്, Ctrl+G. ഓക്കെ, അടുത്ത താഴെ വരുന്നു, ഇതെല്ലാം കൂടെ അങ്ങോട്ട് സെലക്ട് ചെയ്യുന്നു. അതിനെയും Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്തു. 2 ഗ്രൂപ്പാക്കി 2 അവസ്ഥകളെയും ഞാൻ അവിടെ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഇത് 2ഉം കൂടെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ടോപ്പിലായിട്ട് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പണൻസിന് താഴെയായിട്ട് ക്രിയേറ്റ് കോമ്പണൻസ് സെറ്റ് എന്ന് പറയുന്നിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ 2ഉം ഓരോ കോമ്പണൻസ് സെറ്റായിട്ട് ഓട്ടോമാറ്റിക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത 2 സ്റ്റേറ്റുകളും ഇപ്പോൾ ഒരു കോമ്പണൻറ്റിലെ 2 സ്റ്റേറ്റുകളായിട്ട് ഓട്ടോമാറ്റിക് മാറി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ഇത്രയും ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മളിത് എങ്ങനെ അനിമേറ്റ് ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി റൈറ്റ് സൈഡിലേക്ക് വന്ന് പ്രോട്ടോടൈപ്പ് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു പോർഷനിൽ വന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ ഈ ആരോയിൽ മാത്രം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വന്നാൽ മതിയെങ്കിൽ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അടുത്തതിലേക്ക് കണക്ട് ചെയ്യണം. അതല്ല ഈ മൊത്തം ഏരിയ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. കാരണം യൂസറിന് എവിടെ ക്ലിക്ക് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് അത് എക്സ്പാൻഡ് ആവാൻ വേണ്ടിയിട്ട് ടോപ്പിൽ മൊത്തത്തിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഇപ്പോൾ ടോപ്പിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷമായിട്ട് ഈ താഴത്തെ പോയിന്റ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഓൺ ക്ലിക്കാണ് കൊടുക്കുന്നത്. അതായത് ടോപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നുള്ളതിന് ഓൺ ക്ലിക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അത് 2ാമത്തെ ഗ്രൂപ്പിലേക്ക് പോകുന്നു.
താഴെ വന്നിട്ട് സ്മാർട്ട് അനിമേറ്റ് സെറ്റ് ചെയ്യുക. സ്മാർട്ടായിട്ട് അനിമേറ്റ് ചെയ്ത് വരാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഈസ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. അതായത് ടോപ്പിൽ വരിക, അതിൽ ഓൺ ക്ലിക്ക് കൊടുക്കുക, അടുത്തതിലേക്ക് കണക്ട് ചെയ്യുക, സ്മാർട്ട് അനിമേറ്റ് കൊടുക്കുക, ഈസ് ഇൻ ആൻഡ് ഔട്ട് കൊടുക്കുന്നു. ഇത്ര മാത്രം ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള പോർഷനിലും വരുന്നു, അവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു പോർഷനും തിരിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു, ടോപ്പിലേക്ക്. ഓക്കെ, അതിലും സെയിം പ്രോപ്പർട്ടീസാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് സെയിം ഇൻട്രാക്ഷൻ ഡീറ്റെയിൽസ് ആയിരിക്കും. അതുകൊണ്ട് അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. ജസ്റ്റ് ക്ലോസ് ചെയ്തോളൂ. അതും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2 പോർഷനുകളും തമ്മിൽ നമ്മൾ പ്രോട്ടോടൈപ്പിൻ്റെ ഇൻട്രാക്ഷൻ സ്റ്റൈൽസുകളും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എവിടെയാണോ ഇത് വരേണ്ടുന്നത് അതിനുവേണ്ടി ഞാൻ ഡിസൈൻ ടാബിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. ഈ പോർഷനുകളിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ വരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് പേജിലേക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇതുപോലെ ഇരിക്കും. നിങ്ങൾ ചെയ്യുന്ന പേജ് അടുത്തതിനകത്തായിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് പേജ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന ശ്രദ്ധിച്ചോളുക. ഈ ഒരു ടോപ്പ് പോർഷൻ വന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ഈ കോമ്പണൻസിൻ്റെ ഫസ്റ്റ് ടോപ്പ് സെക്ഷൻ ഒന്ന് സെലക്ട് ചെയ്തു. Ctrl+C ഫോർ കോപ്പി. ഓക്കെ, അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഈ ഒരു പേജിൽ വന്നിട്ട് ഈ ഒരു പേജ് ഞാനൊന്ന് ജസ്റ്റ് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഏരിയകളും ഡിലീറ്റ് ചെയ്തിട്ട് ആ ടോപ്പിലെ കോമ്പണൻറ്റിനെ കൊണ്ട് ഇവിടെ അത് മാത്രമായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു ഫസ്റ്റ് സെക്ഷൻ വേണമെങ്കിൽ നമുക്ക് അലൈൻ ചെയ്ത് കൃത്യമായിട്ട് സെൻറ്റർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ ഒരു കോമ്പണൻറ്റിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് നിർത്തി. ഇതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. അതിനുശേഷം ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളുക. ഇതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് എ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഓട്ടോ ലേഔട്ട് ആക്കാനുള്ള ഷോർട്ട് കട്ടാണ്. ഈ ഒരു സെലക്ഷൻ ചെയ്ത ഏരിയയെ ഓട്ടോ ലേഔട്ടായിട്ട് ഞാൻ മാറ്റി. ഓക്കെ, അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോർഷൻ, ഈ ഒരു കോമ്പണൻറ്റ് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് Ctrl+D ക്ലിക്ക് ഇതുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, Ctrl+D. ഓക്കെ, Ctrl+D അടിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം Ctrl+D അടിച്ചുകൊണ്ടിരുന്നാൽ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് പോയിക്കൊണ്ടേയിരിക്കും. എത്ര വേണമെങ്കിലും നമുക്കിതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു 3 ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 3 വെച്ചാൽ മതി. നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം വേണമെങ്കിൽ വെക്കാം. ഒരുപാടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്കിത് കണക്ക് ഡ്യൂപ്ലിക്കേറ്റ് താഴേക്ക് പോകാം. ഒരു 5 വെച്ചു. 5 വെച്ചതിന് ശേഷം ഈ ഒരു അതേ ടെക്സ്റ്റ് ടോപ്പിലിരിക്കുന്നത് FAQൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓവർ ഹിയർ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ടെക്സ്റ്റുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ സെക്കൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓവർ ഹിയർ എന്നാക്കാം. അതുപോലെ തേർഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് തേർഡാക്കാം. അങ്ങനെ എത്രത്തോളം നിങ്ങൾ വെക്കുന്നോ അതുപോലെ ഇവിടെ വന്ന് നിങ്ങൾ മാറ്റി ടെക്സ്റ്റുകൾ കൊടുത്തോളുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാത്തിനും ടെക്സ്റ്റുകൾ മാറ്റി ഒന്ന് വെച്ചിടുക. ആദ്യത്തെ പരിപാടി അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഓട്ടോ ലേഔട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇടയ്ക്കുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം സ്പേസ്. അത് നിങ്ങൾക്ക് എത്രയാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അത്രയും സ്പേസ് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10 പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 10 പിക്സൽ വെച്ചുകൊണ്ട് ഈ ഒരു ഡിസൈൻ ലേഔട്ടിലേക്ക് കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ ടോപ്പിൽ വെച്ചു. അടുത്തതായിട്ട് ഓട്ടോ ലേഔട്ട് വഴി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഓരോന്നിൻ്റെ ടെക്സ്റ്റ് ഹെഡിങ്ങുകൾ മാറ്റി കൊടുത്തു. ഞാനിവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് കൊടുത്തു. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ആണോ അത് അവിടെ ആയിട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പേജിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണാം. അതിനുവേണ്ടി ഞാൻ ഈ പേജ് ഒന്ന് സെലക്ട് ചെയ്തു. റൈറ്റ് ടോപ്പിൽ പോയിട്ട് ഇതിൻ്റെ ഒരു പ്രസൻറ്റ് മോഡ് ക്ലിക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു പ്രിവ്യൂയിലേക്ക് പോവുകയാണ്. അതിനുശേഷമാണ് നമുക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഇതിൻ്റെ അനിമേഷൻ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ലോഡായിട്ടുണ്ട്. ഈ ഒരു പേജിലേക്ക് വരിക. നമ്മുടെ ഇവിടെ ഓരോ സ്ഥലത്തും വരുമ്പോഴും നമ്മുടെ കഴ്സർ ഇതുപോലെ ക്ലിക്കബിൾ കഴ്സറായിട്ടുണ്ട്. അതിൽ ഞാൻ ഫസ്റ്റിലത്തേനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അത് താഴേക്ക് എക്സ്പാൻഡായി. അതിനോടൊപ്പം തന്നെ ഈ ഒരു ആരോയും റൊട്ടേറ്റ് ചെയ്ത്, അതും ഒരു അനിമേഷനോട് കൂടിയുള്ള റൊട്ടേഷൻ, അത്തരത്തിൽ ആ സ്മാർട്ട് അനിമേറ്റ് വെച്ചിട്ട് വീണ്ടും തിരിച്ചു പോകുന്നു. ഇനി ഈ ഒരു ഏരിയയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, അത് തിരിച്ചും ക്ലോസ് ആവുന്നു. ഓക്കെ, അങ്ങനെ ഏതൊരു ഏരിയയിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം, അതിനെ കൊളാപ്സ് ചെയ്യാം. ഇങ്ങനെ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ പോർഷനും ഓട്ടോമാറ്റിക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മളിവിടെ ചെയ്ത സമയത്ത് ഇത് ഓട്ടോ ലേഔട്ടായിട്ട് തന്നെ സെറ്റ് ചെയ്തത് എന്ന് ഓർത്തോളുക. ഓട്ടോ ലേഔട്ടായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിതുപോലെ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് താഴേക്ക് എക്സ്പാൻഡായി പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ഏരിയകളും ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് മാറ്റുന്നു. അതിൻ്റെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യാനുസരണം എടുത്തു വെച്ച് നിങ്ങളുടെ ഡിസൈനിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്ത് അതിനെ വളരെ സിമ്പിളായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓവറാൾ ഈ ഒരു അക്കോർഡിയൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തൊരു മെത്തേഡ് ഓർത്ത് വെച്ചിരിക്കുക. അത് നിങ്ങൾക്ക് പല പല അനിമേഷൻസുകൾക്കും പല പല ഡിസൈൻസുകളിലൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ ആശയം അനുസരിച്ച് മാറ്റി ഉപയോഗിക്കാം. അനിമേഷൻ സ്റ്റൈലിലൊക്കെ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്തി നോക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാനുള്ള ഈ ഒരു ബേസിക് ഫംഗ്ഷനാലിറ്റി, അതായത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെ തമ്മിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് ടാബിൽ പോയിട്ട് അനിമേറ്റ്
ആനിമേറ്റ് ചെയ്യുന്നു. ആ ഒരു ഫംഗ്ഷനാലിറ്റി, ഇൻറ്ററാക്ഷൻ പ്രോപ്പർട്ടീസ് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫംഗ്ഷനാലിറ്റി പ്രവർത്തിപ്പിച്ചുകൊള്ളുക. ഒരുപാട് വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനിലും ഒക്കെ തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഡിസൈൻ കോമ്പണൻ്റാണ് അക്കോർഡിയൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്യൂട്ടോറിയൽ ഹെൽപ്പ് ആവട്ടെ. ഇതിൻ്റെ ഒരു ഫിഗ്മ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും തുടക്കക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാക്കി വളരെ സമാധാനത്തോടെ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് തുടർന്നുള്ള നിങ്ങളുടെ ഡിസൈനിൽ, നിങ്ങളുടെ ഫിഗ്മ പ്രോജക്റ്റുകളിലൊക്കെ അതിന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഹെൽപ്ഫുൾ ആകും. ഒരുപാട് സ്ഥലങ്ങളിൽ ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോ നിർത്താം. നിങ്ങളുടെ ഡിസൈൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ദയവായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.